ചില ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് അതിൽ എടുത്തു പറയാനുള്ള ആർട്ടിസ്റ്റാണ് മുരളിച്ചേട്ടൻ. മുരളിച്ചേട്ടൻ ഇമോഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കരഞ്ഞു പോകും. അതേപോലെയാണ് മമ്മൂക്ക. മമ്മൂക്ക ഒന്ന് ഒന്ന് തൊണ്ടയിടറി സംസാരിച്ചാൽ നമ്മുടെ കണ്ണ് നിറയും. അതെ. അത് ചില ആർട്ടിസ്റ്റുകളുടെ ഗുണമാണ്. അതുപോലത്തെ ആർട്ടിസ്റ്റുകളെ വെച്ച് പടം ചെയ്യാൻ ഞാൻ കൊതിക്കുന്നുണ്ട്. പലപ്പോഴും ചില കഥാപാത്രങ്ങൾ എഴുതുമ്പോൾ ഇത് ചെയ്യാൻ ആരാ ഉള്ളത്? ഞാൻ ഉം. ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഉം. സത്യൻ അന്തിക്കാട് സാർ സിനിമ പറഞ്ഞല്ലോ. ആ. സത്യൻ സാറിന്റെ പഴയ സിനിമകൾ നോക്കിയാൽ അദ്ദേഹമാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ സിനിമകളിലെ കഥാപാത്രങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കുറച്ച് ആളുകളുണ്ടായിരുന്നു. ഒടിയൻ ഉണ്ണികൃഷ്ണൻ അതെ. സാർ, മാമുക്കോയ, ലളിത ചേച്ചി. ഇതിൽ പലരും ഇന്ന് ഇല്ല എന്നുള്ളൊരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹം ഇനി അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഭയങ്കരമാണ്. അത് ചെയ്യിക്കാൻ ആളില്ല. അതെ. ഇന്നത്തെ ജനറേഷനിൽ എത്ര ആർട്ടിസ്റ്റുകൾക്ക് അത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളൊരു കഥ എഴുതുമ്പോൾ ഇനി എങ്ങനെയാണ് ഒരു തിലകൻ ചേട്ടൻ്റെ ഒരു കഥാപാത്രം എഴുതുന്നത്, എങ്ങനെയാണ് ഒരു ജഗതി ചേട്ടൻ്റെ ക്യാരക്ടർ എഴുതുന്നത്, എങ്ങനെ ഒരു മാമുക്കോയ ക്യാരക്ടർ എഴുതുന്നത്, ആരാണുള്ളത്? ഇന്നത്തെ ആർട്ടിസ്റ്റുകളൊക്കെ മിടുക്കരായിട്ടുള്ള ആളുകളാണ്. അതൊരു മോശം പറയല്ല ഞാൻ. ആ. ഇന്നത്തെ ആളുടെ ടേസ്റ്റ് മാറി, പെർഫോമൻസ് മാറി, അവരുടെ രീതികൾ മാറി. അതിന്റെ ബേസിക് റീസൺ നാടകം ഇല്ലാതായി പോയതാണ്. നാടകത്തിൽ നിന്നാണ് പലപ്പോഴും നമുക്ക് ഗംഭീരമായ അഭിനേതാക്കളെ കിട്ടിക്കൊണ്ടത്. ഇന്നതില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നാടകങ്ങളെ തിരിച്ചു കൊണ്ടുവന്നാൽ മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല നടീ നടന്മാരെ കിട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു.